ആർത്തവ വിരാമത്തിന് മുന്നോടിയായുള്ള പെരിമെനോപോസ് എന്ന അവസ്ഥയെക്കുറിച്ച് ഹോമിയോ ചികിത്സാ വിദഗ്ധ ഡോക്ടർ ബി.വി. ബിനയ സംസാരിക്കുന്നു. കൗമാരപ്രായത്തോടെ സ്ത്രീകൾ മാസം തോറും ഒരു അണ്ഡം ഉൽപ്പാദിപ്പിക്കുകയും അത് പ്രജനനം നടക്കാത്ത പക്ഷം ആർത്തവം അഥവാ മാസമുറ വഴി പുറന്തള്ളപ്പെടുകയും ചെയ്യുന്നു. ഇപ്രകാരം ഒരു സ്ത്രീ മധ്യവയസ്സ് എത്തുന്നതുവരെ അണ്ഡോൽപാദനം തുടരുകയും ക്രമേണ അത് നിലയ്ക്കുകയും ചെയ്യുന്നു. ആർത്തവവിരാമം ഉണ്ടായ സ്ത്രീകളിലെ പ്രത്യുൽപാദനക്ഷമത ഇല്ലാതാകുന്നു. ആർത്തവവിരാമം ആർത്തവചക്രത്തിന്റെ അവസാനത്തെ സൂചിപ്പിക്കുന്നു. നിങ്ങൾക്ക് 12 മാസം മുഴുവനും ആർത്തവം വന്നിട്ടില്ലെങ്കിൽ ആർത്തവവിരാമം ആരംഭിച്ചു കഴിഞ്ഞു. സാധാരണയായി നിങ്ങളുടെ 40കളിൽ ആരംഭിച്ച് ആർത്തവവിരാമത്തിലേക്ക് നിങ്ങളുടെ ശരീരം ക്രമേണ മാറുന്ന സമയമാണ് പെരിമെനോപോസ്. പെരിമെനോപോസിനെ ചിലപ്പോൾ ആർത്തവവിരാമ പരിവർത്തനം എന്ന് വിളിക്കുന്നു. ഈ സമയത്ത് ഈസ്ട്രജന്റെ അളവ് മുകളിലേക്കും താഴേക്കും പോവുകയും പിന്നീട് കുറയുകയും ചെയ്യുന്നു. തൽഫലമായി ചില ലക്ഷണങ്ങൾ കാണാൻ കഴിയും. പ്രീ മെൻസ്ട്രൽ സിൻഡ്രോം അഥവാ PMS, അതായത് ആർത്തവ ചക്രത്തിന് മുൻപ് ചില ലക്ഷണങ്ങൾ ഒരു സ്ത്രീയുടെ ശരീരത്തിൽ ഉണ്ടാകുന്നു. സാധാരണയേക്കാൾ കൂടുതലോ കുറവോ തവണ വരുന്ന ആർത്തവം, സാധാരണയേക്കാൾ കുറഞ്ഞതോ കൂടിയതോ ആയ രക്തസ്രാവമുള്ള ആർത്തവം, ശരീരമാസകലം തണുപ്പ്, തലവേദന അല്ലെങ്കിൽ മൈഗ്രെയിൻ, ചൂട് വന്നു പോകുക, മൂഡ് സ്വിങ്സ്, രാത്രി വിയർപ്പ്, ഉറങ്ങാൻ ബുദ്ധിമുട്ട്, ഉറക്കമില്ലായ്മ, ലൈംഗിക അഭിലാഷവും പ്രവർത്തനവും കുറയുന്നു, യോനിയിൽ വരൾച്ച, ലൈംഗിക ബന്ധത്തിൽ വേദനയുണ്ടാകാനുള്ള സാധ്യത, മുടി കൊഴിച്ചിൽ അല്ലെങ്കിൽ മുടിയുടെ കനം കുറയുന്നത്, കൂടാതെ ഇടയ്ക്കിടെയുള്ള മൂത്രമൊഴിക്കൽ, പെട്ടെന്ന് മൂത്രമൊഴിക്കേണ്ടി വരിക, ചുമയ്ക്കുമ്പോഴോ തുമ്മുമ്പോഴോ മൂത്രം നഷ്ടപ്പെടുക തുടങ്ങിയവ. ഈ ലക്ഷണങ്ങൾ ആർത്തവ വിരാമം വരെയും പോസ്റ്റ് മെനോപോസ് വരെയും നീണ്ടു നിൽക്കും. ഓരോ വ്യക്തിയിലും അവ വ്യത്യാസപ്പെടാം. ചില ആളുകൾക്ക് വളരെ കുറഞ്ഞ ലക്ഷണങ്ങൾ മാത്രമേ ഉണ്ടാകുകയുള്ളൂ. മറ്റുള്ളവർക്ക് കൈകാര്യം ചെയ്യേണ്ട ഗുരുതരമായ ലക്ഷണങ്ങൾ അനുഭവപ്പെടുന്നു. വാർദ്ധക്യത്തിന്റെ സ്വാഭാവിക ഭാഗമായി അണ്ഡാശയങ്ങൾ ക്രമേണ പ്രവർത്തനം നിർത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു സ്വാഭാവിക പ്രക്രിയയാണ് പെരിമെനോപോസ്. പ്രായമാകുമ്പോൾ അണ്ഡാശയങ്ങൾ ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ എന്നീ ഹോർമോണുകളുടെ ഉൽപ്പാദനം കുറയുന്നു. അപ്പോൾ ആർത്തവചക്രം നീളുകയും രക്തസ്രാവം ക്രമരഹിതമാവുകയും ചെയ്യും. ഒടുവിൽ ഈസ്ട്രജന്റെ അളവ് കുറയുന്നത് തുടരുമ്പോൾ രക്തപ്രവാഹം പൂർണ്ണമായും നിലയ്ക്കുന്നു. തുടർച്ചയായി 12 മാസങ്ങൾ ആർത്തവമില്ലാതെ കഴിഞ്ഞപ്പോൾ പെരിമെനോപോസ് അവസാനിച്ചു. ഈ ഘട്ടത്തിൽ ശരീരത്തിൽ ആർത്തവ വിരാമം ആരംഭിക്കുന്നു. ഹോർമോൺ മാറ്റങ്ങൾ മൂലമാണ് പെരിമെനോപോസിന്റെ മറ്റ് ലക്ഷണങ്ങൾ ഉണ്ടാകുന്നത്. ഈസ്ട്രജൻ കൂടുതലായിരിക്കുമ്പോൾ മുൻപ് പറഞ്ഞ PMSന് സമാനമായ ലക്ഷണങ്ങൾ ഉണ്ടാകാം. ഈസ്ട്രജൻ കുറയുമ്പോൾ ചൂടുള്ള ഫ്ലാഷുകൾ അല്ലെങ്കിൽ രാത്രി വിയർപ്പ് ഉണ്ടാകാം. 40 വയസ്സിനു മുൻപ് ആരംഭിക്കുന്ന ആർത്തവ വിരാമത്തെ പ്രൈമറി ഒവേറിയൻ ഇൻസഫിഷ്യൻസി എന്ന് വൈദ്യശാസ്ത്രപരമായി വിളിക്കുന്നു. 40നും 45നും ഇടയിൽ സംഭവിക്കുന്ന ആർത്തവ വിരാമത്തെ നേരത്തെയുള്ള ആർത്തവ വിരാമം എന്ന് വിളിക്കുന്നു. ഏകദേശം 5% സ്ത്രീകൾക്ക് സ്വാഭാവികമായും നേരത്തെയുള്ള ആർത്തവ വിരാമം സംഭവിക്കുന്നു. പുകവലിയും ചില മരുന്നുകളും ചികിത്സകളും ആർത്തവ വിരാമം പതിവിലും നേരത്തെ വരാൻ കാരണമാകും. പെരിമെനോപോസ് സമയത്ത് എന്താണ് സംഭവിക്കുന്നത്? പെരിമെനോപോസ് സമയത്ത് നിങ്ങളുടെ ശരീരത്തിൽ ഈസ്ട്രജന്റെ അളവ് വ്യത്യാസപ്പെടുകയും പ്രൊജസ്ട്രോണിന്റെ അളവ് കുറയുകയും ചെയ്യുന്നു. ഈ സമയത്ത് അണ്ഡാശയത്തിൽ നിന്ന് അണ്ഡം പതിവായി പുറത്തു വരുന്നത് കുറയുന്നു. ആർത്തവ വിരാമത്തിന്റെ ഫലമായി മറ്റേതോ മാരകമായ രോഗം ഉണ്ടായി എന്നുവരെ തോന്നിക്കുന്ന തരത്തിലുള്ള ലക്ഷണങ്ങൾ ശരീരത്തിലും മനസ്സിലും ഉണ്ടാകുന്നു. ഈ ലക്ഷണങ്ങൾ ആർത്തവ വിരാമം വരെയും പോസ്റ്റ് മെനോപോസ് വരെയും നീണ്ടു നിൽക്കും. ഓരോ വ്യക്തിയിലും അവ വ്യത്യാസപ്പെടാം. ആയതുകൊണ്ട് തന്നെ ഇവിടെ ഹോമിയോപ്പതി ചികിത്സയുടെ പ്രാധാന്യം വളരെ വലുതാണ്. ഒരു വ്യക്തിയെയാണ് ഹോമിയോപ്പതി ചികിത്സിക്കുന്നത്. അതായത് ഒരു വ്യക്തിയുടെ തല മുതൽ കാലുകൾ വരെയുള്ള ശാരീരിക ബുദ്ധിമുട്ടുകളും മാനസിക ബുദ്ധിമുട്ടുകളും മനസ്സിലാക്കി ശരിയായ മരുന്ന് നൽകുന്നതിലൂടെ പൂർണ്ണമായ ആരോഗ്യം ലഭ്യമാക്കുകയാണ് ഹോമിയോപ്പതിയിലൂടെ സാധ്യമാകുന്നത്. അതുപോലെ പാരമ്പര്യമായും ആർത്തവ വിരാമ ലക്ഷണങ്ങൾ ഉണ്ടാകാം. കുടുംബത്തിൽ നേരത്തെയോ താമസിച്ചോ ആർത്തവ വിരാമം സംഭവിച്ച ചരിത്രമുള്ള സ്ത്രീകൾക്ക് നേരത്തെയോ താമസിച്ചോ ആയ ആർത്തവ വിരാമം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. ചിലപ്പോൾ മറ്റു കാരണങ്ങളാൽ ആർത്തവ വിരാമം സംഭവിക്കുന്നു. അതായത് അണ്ഡാശയ ക്യാൻസർ അല്ലെങ്കിൽ പെൽവിക് ക്യാൻസർ ചികിത്സയുടെ ഭാഗമായി കീമോതെറാപ്പിയോ റേഡിയേഷൻ തെറാപ്പിയോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരത്തെയുള്ള ആർത്തവ വിരാമം ആരംഭിച്ചേക്കാം. ഈ ചികിത്സകൾ നിങ്ങളുടെ ആർത്തവത്തെ നിർത്തുകയും
ഈസ്ട്രജന്റെയും പ്രൊജസ്ട്രോണിന്റെയും ഉൽപ്പാദനത്തെ തടസ്സപ്പെടുത്തുകയും ചെയ്യും. ഇത് ഹോട്ട് ഫ്ലാഷുകൾക്കും മറ്റു ലക്ഷണങ്ങൾക്കും കാരണമാകും. എന്നിരുന്നാലും ചികിത്സയെ ആശ്രയിച്ച് ഇത് താൽക്കാലികമായിരിക്കാം. നിങ്ങൾ ഈ ചികിത്സകൾ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ ജനന നിയന്ത്രണ രീതികളെയും ഫെർട്ടിലിറ്റി ചികിത്സകളെയും കുറിച്ച് നിങ്ങളുടെ ഡോക്ടറോട് സംസാരിക്കുക. ശസ്ത്രക്രിയയിലൂടെ ആർത്തവ വിരാമം, അതായത് അണ്ഡാശയങ്ങൾ നീക്കം ചെയ്യുന്നതിനുള്ള ശസ്ത്രക്രിയ ഊഫോറെക്ടമി നടത്തിയാൽ ഉടൻ തന്നെ ആർത്തവ വിരാമം ആരംഭിക്കും. കാരണം നിങ്ങളുടെ അണ്ഡാശയങ്ങൾ ഈസ്ട്രജനും പ്രൊജസ്ട്രോണും ഉൽപ്പാദിപ്പിക്കുന്നതിന് പ്രധാന പങ്ക് വഹിക്കുന്നു. അണ്ഡാശയങ്ങൾ ഇല്ലാതായാൽ ഹോർമോണുകളും അങ്ങനെ തന്നെ. മാറ്റം ക്രമേണയല്ല, മറിച്ച് പെട്ടെന്ന് സംഭവിക്കുന്നതിനാൽ ലക്ഷണങ്ങൾ കഠിനമായിരിക്കും. ഗർഭാശയം നീക്കം ചെയ്യുന്നതിനുള്ള ശസ്ത്രക്രിയ അഥവാ ഹിസ്റ്ററക്ടമി ആർത്തവ വിരാമത്തിന് കാരണമാകില്ലെന്ന് ഓർമ്മിക്കുക. നിങ്ങൾക്ക് ഇനി ആർത്തവമുണ്ടാകില്ല, പക്ഷേ നിങ്ങളുടെ അണ്ഡാശയങ്ങൾ ഇപ്പോഴും ഈസ്ട്രജനും പ്രൊജസ്ട്രോണും ഉൽപ്പാദിപ്പിക്കും. നിങ്ങൾ ക്രമേണ പെരിമെനോപോസ് പ്രക്രിയയിലൂടെ കടന്നുപോവുകയും തുടർന്ന് ആർത്തവ വിരാമം ആരംഭിക്കുകയും ചെയ്യും. പെരിമെനോപോസ്, ആർത്തവ വിരാമം എന്നിവയ്ക്ക് ചില കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാറുണ്ട്. ഹോർമോൺ മാറ്റങ്ങൾ ഇത്തരം അവസ്ഥകൾ ഉണ്ടാകാനുള്ള സാധ്യത വർദ്ധിപ്പിക്കും. അത്തരം കോംപ്ലിക്കേഷൻസിന് ഉദാഹരണമാണ് ഓസ്റ്റിയോപോറോസിസ്. ആർത്തവ വിരാമ സമയത്തുണ്ടാകുന്ന ഹോർമോൺ മാറ്റങ്ങൾ സ്ത്രീകളുടെ അസ്ഥികളുടെ പിണ്ഡം പുരുഷന്മാരെക്കാൾ വേഗത്തിൽ നഷ്ടപ്പെടുവാൻ കാരണമാകും. ഇത് ഒടിവുകൾ ഉണ്ടാകാനുള്ള സാധ്യത വർദ്ധിപ്പിക്കും. ഓസ്റ്റിയോപോറോസിസിന് സാധ്യതയുള്ള സ്ത്രീകളെ രോഗത്തിന്റെ പ്രാരംഭ ലക്ഷണങ്ങളിൽ തന്നെ പരിശോധിക്കണം. കാരണം സുരക്ഷിതവും ഫലപ്രദവുമായ നിരവധി ഹോമിയോ മരുന്നുകൾ ഇവയ്ക്ക് പരിഹാരം നൽകുന്നു. അടുത്തതായി ലൈംഗിക ശേഷിക്കുറവ്. ആർത്തവ വിരാമം നിങ്ങളുടെ ലൈംഗിക ജീവിതത്തെ പലതരത്തിൽ മാറ്റും. ഒന്നാമതായി, ഈസ്ട്രജന്റെ അളവ് കുറയുന്നത് ലൈംഗിക താൽപ്പര്യം കുറയ്ക്കുന്നു. യോനിയിലെ വരൾച്ച പോലുള്ള ആർത്തവ വിരാമത്തിന്റെ സാധാരണ ലക്ഷണങ്ങൾ ലൈംഗികതയെ അസ്വസ്ഥതയോ വേദനാജനകമോ ആക്കുകയും രക്തസ്രാവത്തിന് കാരണമാകുകയും ചെയ്യും. പലർക്കും യോനിയിലെ അട്രോഫി അല്ലെങ്കിൽ യോനിയിലെ പേശികളുടെ അളവ് കുറയുന്നത് അനുഭവപ്പെടുന്നു. അടുത്തതായി, ആർത്തവ വിരാമത്തോടെ മൂത്രാശയത്തിന് ചുറ്റുമുള്ള പേശികളുടെ ഇലാസ്തികത നഷ്ടപ്പെടും. ഇത് കൂടുതൽ തവണ മൂത്രമൊഴിക്കുന്നതിനും മൂത്രശങ്കയ്ക്കും കാരണമാകും. പ്രത്യേകിച്ച് ചിരിക്കുമ്പോഴോ ചുമയ്ക്കുമ്പോഴോ സ്വമേധയാ മൂത്രം നഷ്ടപ്പെടുവാൻ കാരണമാകും. ആർത്തവ വിരാമ സമയത്ത് ശരീരഭാരം കൂടുന്നത് സാധാരണമാണ്. നിങ്ങളുടെ ഹോർമോണുകൾ മാറുന്നതിനനുസരിച്ച് നിങ്ങളുടെ മെറ്റബോളിസം മന്ദഗതിയിലാകുവാൻ തുടങ്ങുന്നു. അതായത് പെരിമെനോപോസിലും ആർത്തവ വിരാമത്തിന് ശേഷവും നിലവിലെ ഭാരം നിലനിർത്താൻ നിങ്ങൾക്ക് കുറച്ച് ഭക്ഷണം കഴിക്കുകയും കൂടുതൽ വ്യായാമം ചെയ്യുകയും ചെയ്യേണ്ടി വന്നേക്കാം. ഹൃദ്രോഗവും ഉയർന്ന രക്തസമ്മർദ്ദവും ആർത്തവ വിരാമത്തിന് ശേഷമുള്ള സ്ത്രീകളിൽ വർദ്ധിച്ചേക്കാം. ശരീരത്തിൽ സംഭവിക്കുന്ന മാറ്റം മനസ്സിനെയും ബാധിക്കുമെന്നതിനാൽ ഇതിൽ നിന്ന് രക്ഷ നേടുന്നതിനായി ആരോഗ്യകരമായ ജീവിതശൈലി പിന്തുടരുന്നത് ഗുണം ചെയ്യും. മാനസിക പിരിമുറുക്കം ഇല്ലാതാക്കാൻ ശ്വസന വ്യായാമങ്ങൾ, ധ്യാനം, യോഗ പോലെയുള്ളവയും മറ്റ് വ്യായാമങ്ങളും സഹായിക്കും. ആർത്തവ വിരാമം സംഭവിച്ചതിന് ശേഷം വ്യായാമങ്ങൾ ചെയ്തു തുടങ്ങുന്നതിനേക്കാൾ നല്ലത് വളരെ നേരത്തെ തന്നെ ചിട്ടയായ ജീവിതശൈലി രൂപപ്പെടുത്തിയെടുക്കുന്നതാണ്. കുറഞ്ഞത് 35 വയസ്സിലെങ്കിലും ചിട്ടയായ വ്യായാമം ആരംഭിക്കണം. അനാരോഗ്യകരമായ ഭക്ഷണങ്ങൾ ഒഴിവാക്കുകയും ചെയ്യുന്നത് നല്ലതാണ്. ആർത്തവ കാലഘട്ടത്തിലെ അസ്വസ്ഥതകളെ ഇല്ലാതാക്കുവാനും കൂടുതൽ ഊർജ്ജസ്വലമായി മുന്നോട്ടു പോകുവാനും ഇതുവഴി സാധിക്കും. ഈ സമയത്ത് എല്ലുകളുടെ ആരോഗ്യം കുറയുവാൻ സാധ്യതയുള്ളതിനാൽ ഇതിനാവശ്യമായ ഭക്ഷണ രീതിയും വ്യായാമങ്ങളും ചെയ്യുക. ആർത്തവ വിരാമ കാലഘട്ടത്തിൽ ഒരു സ്ത്രീ അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങൾ വളരെ വലുതാണ്. ശരീരത്തിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ മാനസിക അവസ്ഥയെ വളരെയധികം ബാധിക്കും. ഈ സമയത്ത് പങ്കാളി, മക്കൾ തുടങ്ങി കൂടെയുള്ളവരുടെ പിന്തുണ പ്രധാനമാണ്. അകാരണമായ ദേഷ്യം, അസ്വസ്ഥത എന്നിവ പ്രകടിപ്പിക്കുമ്പോൾ അത് മനസ്സിലാക്കുകയും മികച്ച രീതിയിൽ സമീപിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഈ ഘട്ടം മറികടക്കാൻ അവരോടൊപ്പം ചേർന്ന് നിൽക്കേണ്ടത് ചുറ്റുമുള്ളവരുടെ ഉത്തരവാദിത്വമാണ്. ആർത്തവ വിരാമത്തിലേക്കുള്ള പരിവർത്തനത്തിലുടനീളം ഹോമിയോപ്പതി ഒരു മികച്ച പിന്തുണ നൽകുന്നു. ശരീരത്തിലെ ബുദ്ധിമുട്ടുകളെ ആഴത്തിലുള്ള തലത്തിൽ സുഖപ്പെടുത്താനുള്ള നിങ്ങളുടെ കഴിവിനെ ഉത്തേജിപ്പിക്കുകയാണ് ഹോമിയോപ്പതിയിലൂടെ സാധ്യമാകുന്നത്. ശാരീരിക ബുദ്ധിമുട്ടുകളോടൊപ്പം മാനസിക സംഘർഷങ്ങൾക്കും പ്രാധാന്യം നൽകുന്ന ഒരു ചികിത്സാ രീതിയാണ് ഹോമിയോപ്പതി. പെരിമെനോപോസ് സമയത്ത് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെല്ലാം തന്നെ ഒരു മടിയും കൂടാതെ ഡോക്ടറോട് അറിയിക്കുകയും വേണ്ട ഹോമിയോ ചികിത്സ ലഭ്യമാക്കുകയും ചെയ്താൽ കാലതാമസം ഇല്ലാതെ തന്നെ പെരിമെനോപോസ് ലക്ഷണങ്ങളിൽ നിന്ന് സുഖം പ്രാപിക്കാം. ആർത്തവ വിരാമത്തിന് മുന്നോടിയായുള്ള പെരിമെനോപോസ് എന്ന അവസ്ഥയെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഹോമിയോ ചികിത്സാ വിദഗ്ധ ഡോക്ടർ ബി.വി. ബിനയ. Shadha